ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരദാമ്മ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ഭഗവാനെ, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാനിങ്ങനെ വിളക്കും കത്തിച്ച് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. എല്ലാം അറിയുന്ന ആളല്ലേ, പിന്നെ എന്തിനാ എന്നെയും എൻ്റെ മക്കളെയും അവരുടെ കുട്ടികളെയും ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എൻ്റെ പപ്പിമോളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുക. എവിടാണ് എൻ്റെ കുഞ്ഞെന്നറിയില്ല. എൻ്റെ മോക്കെന്തെങ്കിലും സംഭവിച്ചോന്ന് പോലും എൻ്റെ ഭഗവാനെ എനിക്കറിയില്ലല്ലോ. എത്ര നേരം കൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞു വിളിക്കുക, എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എനിക്ക് കാണിച്ചതായോ. ഒരു നേരം പോലും ഞാനിവിടെ വിളക്ക് കത്തിക്കാൻ മുടക്കുന്നതല്ലോ. പിന്നെ എന്താ എൻ്റെ സങ്കടം കാണാതെ പോകുന്നത്? ഇന്നലെ മുതൽ ഞാൻ ഒരു മോളെ കണ്ണടച്ചിട്ടില്ല. എൻ്റെ ദേവി, എൻ്റെ ദേവിക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ. എൻ്റെ കുഞ്ഞെവിടാണ്? എൻ്റെ സങ്കടങ്ങൾക്ക് ഞാൻ ആരോട് ചെന്ന് പറയാൻ? എനിക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ അല്ലയോ. എന്നെ കൈവിടില്ലെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ശാരദാമ്മ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ ഫോൺ റിങ് ആകുന്നുണ്ട്. ശാലിനി വിളിച്ചിട്ട് പറയുന്നു, അമ്മേ, പപ്പിമോള് സത്യാമ്മയുടെ അടുത്തുണ്ട്. ദൈവമേ, എൻ്റെ ദേവി എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരയുവാണ്. മോളെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലമ്മേ, ഞങ്ങൾ സത്യാമ്മയുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ശാരദാമ്മ ഓടി വന്ന് പൂജാറുമല്ല ഭഗവാന്റെ മുന്നിൽ നിന്ന് പറയുവാണ്, എൻ്റെ കണ്ണുനീര് കാണാൻ അവിടത്തേക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ഭഗവാനെ, ഒരുപാട് സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷം എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്ന് പ്രാർത്ഥിക്കുവാണ്. സത്യാമ്മയാണെങ്കിൽ പപ്പിമോളെ കട്ടിലിൽ കിടത്തി ഇങ്ങനെ പതുക്കെ തലോടി തട്ടി കുഞ്ഞിനെ ഉറക്കുവാണ്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ശാലിനിയും ശ്യാമയും കൂടെ സത്യാമ്മയുടെ വീട്ടിലെത്തി കതക് തട്ടുന്നുണ്ട്. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ആരായി വന്ന് കതക് തട്ടുന്നത് എന്നും പറഞ്ഞ് സത്യാമ്മ വന്ന് നോക്കുവാണ്. സങ്കടത്തോടെ നിൽക്കുന്ന ശാലിനിയെയും ശ്യാമയും കണ്ടിട്ട് സത്യാമ്മ ചോദിക്കുന്നു, എന്താന്നാ ചോദിച്ചത്? രാഘവേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനാണോ ഫാമേ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുന്നത്? മക്കളകത്തോട്ട് വാ എന്നിങ്ങനെ രാഘവേട്ടൻ അവരെ രണ്ടുപേരെ അകത്തോട്ട് ക്ഷണിക്കുവാണ്. ഉടനെ സത്യാമ്മ അവരെ വിലക്കിയിട്ട്, നിക്ക്, അകത്തോട്ട് പോകാൻ വരട്ടെ, നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ശ്യാമ പറയുക, സത്യാമ്മേ, പപ്പിമോളെ കൊണ്ടുപോകാൻ. അതിന് പപ്പി ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? ശാലിനി ഉടനെ രാഘവേട്ടനോട് പറയുക, അച്ഛാ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോഴാ അറിഞ്ഞത് പപ്പിമോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നെന്ന്. നിനക്ക് നാണമില്ലടി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാൻ? മക്കളെ വളർത്തുന്നു. ഇങ്ങനെയാണോടി മക്കളെ വളർത്തുന്നത്? ആ കുഞ്ഞ് രാത്രിയിൽ വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് പോയപ്പോഴേ വല്ല വണ്ടി മുട്ടി ചത്തുപോയിരുന്നെങ്കിലോ? മാമേ, എന്തൊരു നാവാ നിൻ്റെത്. വേണ്ട, ഇങ്ങനെ അറമ്പറ്റുന്ന രീതിയൊന്നും സംസാരിച്ചേക്കരുത്. ഇവളെപ്പോലുള്ളവരോടെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ രാഘവേട്ടാ. എങ്കിലേ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കത്തുള്ളൂ. സത്യാമ്മയുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ വിഷമിച്ച് ശാലിനി ഇങ്ങനെ തലയും കുനിഞ്ഞ് നിൽക്കുവാണ്. അത് കണ്ടിട്ട് ശ്യാമ പറയുന്നു, സത്യാമ്മേ, പപ്പിമോളെ ഞങ്ങൾ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ വിടുവോ? എടി, നീയൊക്കെ പോത്തുപോലെ ഉറങ്ങിക്കിടന്നാലേ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. സത്യാമ്മ പോത്തുപോലെ ഉറങ്ങിയത് കൊണ്ടാണ് രാഘവേട്ടൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് പോയതെന്നുള്ള കാര്യം സത്യഭാമ അങ്ങ് മറന്നുപോയി. നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടി. മക്കൾ അടുത്തുണ്ടെങ്കിലേ പെറ്റമ്മയ്ക്ക് പകുതി ഉറക്കവേ ആകാവൂ. ബാക്കി പാതിയുണ്ടല്ലോ, അത് മക്കളുടെ സുഖമായ ഉറക്കത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതാണ് ഒരു യഥാർത്ഥ തള്ളയുടെ കടമ. അല്ലാതെ മക്കളെ പ്രസവിച്ചിട്ടേ കൊച്ചിൻ്റെ അച്ഛനെ വേറെ വല്ലവരും ആക്കാൻ നടക്കുന്നവർക്കേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സത്യാമ്മയുടെ കത്തി ഹൃദയത്തിൽ കൊണ്ടുകയറുന്ന പോലുള്ള വേദനയുള്ള വാക്കുകൾ കേട്ടിട്ട് ശാലിനി സങ്കടത്തോടെ സത്യാമ്മയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. ഇവരുടെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു പപ്പിമോൾ ഉണർന്ന് ചേച്ചിയമ്മേന്നും പറഞ്ഞ് ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുവാണ്. സ്വന്തം മക്കൾ അടുത്ത് വരുമ്പോൾ പെറ്റമ്മയുടെ മാറ് ചുരത്താറുണ്ടെന്ന് പറയാറുള്ളത് പോലെ ശാലിനി അവിടെ പൊന്നുമോളെ കണ്ടിട്ട് കരഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. അത് കണ്ടിട്ട് ശ്യാമ പെട്ടെന്ന് ശാലിനിയെ പിടിച്ച് മാറ്റിയിട്ട്, പപ്പി മോളെ, നീ എന്തു പണിയാടി കാണിച്ചത്? രാത്രിയിലൊക്കെ എൻ്റെ മോളെ നീ ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ? അമ്മേ, ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് പേടിയാ അമ്മേ. ഞാനിനി അങ്ങോട്ട് വരുത്തില്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല. ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് പപ്പിമോള് പറയുന്നു, ഞാൻ ചേച്ചിയമ്മയോടൊപ്പം പൊയ്ക്കോളാം. അത് കണ്ടിട്ട് ശാലിനി കണ്ണ് നിറഞ്ഞ് ശ്യാമയെ ഇങ്ങനെ നോക്കുവാണ്. അയ്യോ ശ്യാമേ, കുഞ്ഞിന് നല്ല ചൂടുണ്ടല്ലോ. അയ്യോ, പനിയാണെന്ന് തോന്നുന്നു. രാഘവേട്ടൻ പറയുന്നു, അതെ, ഇന്നലെ രാത്രി ഒരുപാട് അലഞ്ഞതല്ലേ, അതിപ്പോൾ അങ്ങ് മാറിക്കോളും. എന്തിനാ പപ്പിമോളെ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ചത്? ചേച്ചിയമ്മയും അമ്മയൊക്കെ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് എൻ്റെ മോക്കറിയാവോ? ഇനി എൻ്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ആ വീട്ടിലോട്ട് പോകില്ല ചേച്ചിയമ്മേ, എനിക്ക് അച്ഛനെ പേടിയാ. വേണ്ട, എൻ്റെ പൊന്നുമോൾ പോകണ്ട. മോളിനി ചേച്ചിയമ്മയുടെ കൂടെ നിന്നാൽ മതി. അച്ഛാ, ഞങ്ങളെന്നാൽ ഇറങ്ങട്ടെ.
പപ്പിമോളെ സത്യാമ്മയുടെ യാത്ര ചോദിക്ക് എന്നും പറഞ്ഞ ഒരു പപ്പിമോളെയും കൊണ്ട് പോകുവാണ്. സത്യാമ്മ രാഘവേട്ടനോട് ചോദിക്കുക, അല്ല ഞാൻ നേരത്തെ ചോദിച്ചിട്ടും നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് തന്നില്ലല്ലോ. പപ്പിയെ രാഘവേട്ടൻ എവിടെ വെച്ചാ കണ്ടത്? നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? അത് ഫാമേ ഞാൻ പോയെന്നോ? എനിക്കറിയില്ല, ഞാൻ എങ്ങോട്ടും പോയില്ലല്ലോ. അല്ല ഞാൻ എവിടെ വെച്ചോ ഇടയ്ക്ക് നമ്മുടെ മോൻ വിഷ്ണുവിനെ കണ്ടിരുന്നല്ലോ. വിഷ്ണുവിനെയോ? എന്തുവാ രാഘവേട്ടാ പറയുന്നത്? എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാഞ്ഞത്? അതെങ്ങനെ വരും? അവനെ പോലീസ് തിരക്കി നടക്കുമല്ലയോ? ഈശ്വര, ഇവൻ എന്തിനാ ഈ ഏടാകൂടത്തിൽ ചെന്ന് ചാടിയത്? ഈ ലോറിപ്പണി നമുക്ക് പറ്റിയതല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം അവനോട് പറഞ്ഞതാ. എൻ്റെ ഫാമേ, അതൊരു കള്ളക്കേസാ. നമ്മുടെ മോൻ വിഷ്ണുവിനെ മനഃപൂർവ്വം കുടുക്കിയതാ. ആ കള്ളക്കേസ് തെളിയുന്നവരെ അവൻ പിന്നെ ഒളിവിലല്ലേ കഴിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ രാഘവേട്ട, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഈ രാത്രിയിൽ നാടായ നാടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് ഞാൻ എങ്ങനെ എങ്ങോട്ടൊക്കെ പോയെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കണമെന്നാ? ഇനി വരുന്ന പോലൊക്കെ അങ്ങ് വരട്ടെ. ഇതെല്ലാം അനുഭവിക്കാനേ ഞാനിവിടെ ഒരുത്തി ഉണ്ടല്ലോ. നേരവും വെളുത്ത് രോഹിത്തിൻ്റെ തലയിലെ മദ്യവും ഇറങ്ങി അവൻ കിടന്ന് ശ്യാമേ ശ്യാമേ എന്ന് വിളിക്കുവാണ്. ശ്യാമേ പപ്പി എന്നൊക്കെ വിളിച്ച് വീടിനകത്തും പുറത്തുമെല്ലാം രോഹിത്തിങ്ങനെ കിടന്ന് നോക്കിയിട്ട് പറയുന്നു, ഇതുങ്ങളെല്ലാം എവിടെ പോയി കിടക്കുന്നു? എന്നിട്ട് ഫോൺ ചെയ്യുന്നു ശ്യാമയ്ക്ക്. ശ്യാമയും ശാലിനിയും പപ്പിമോളും കൂടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശ്യാമ പറയുന്നു, ആഹാ ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ തിരക്കാൻ തോന്നിയല്ലോ. ആ വീട്ടിൽ ഇന്നലെ രാത്രി നടന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ മദ്യം കഴിക്കാൻ വേണ്ടിയല്ലേ. പിന്നെ നിങ്ങൾ മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. എടി, നിന്റെ പഴംപുരാണമൊന്നും കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. പപ്പി നിന്നോടൊപ്പം ഉണ്ടോയെന്നറിയാനാ. ഇന്നലെ രാത്രിയിലേ പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പപ്പിയെ കാണാനില്ലെന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരുപാട് വിളിച്ചതാ. എന്നിട്ട് നിങ്ങളൊന്ന് എഴുന്നേൽക്കുക പോലും ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഉറക്കമായിരുന്നു വലുത്. ഉറങ്ങിക്കോ, നിങ്ങളങ്ങ് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങളുടെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ കുടിക്കുവോ മറിക്കുവോ ചരിയുവോ തൂറുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. സ്വന്തം ജീവിതം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുവല്ലേ. ഇനി ഞങ്ങളാരും അതിലിടപെടുന്നില്ല. രോഹിത്തെ, ഞാൻ വീണ്ടും പറയുക, നിങ്ങളിപ്പം നാശത്തിൻ്റെ പടുകുഴിയിലാണ് നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിക്കണം. അപ്പോഴിനി നീയും മോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണോ പറയുന്നത്? ഇല്ല രോഹിത്തെ, വരുന്നില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളോടൊപ്പം ഞങ്ങൾ എന്തുറപ്പിലാണ് കഴിയുന്നത്? ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഒരാളും ഇനി നിങ്ങൾക്കെതിര് പറയാൻ വരില്ല എന്നും പറഞ്ഞ് ശ്യാമ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് വീണ്ടും രോഹിത്ത് വിളിക്കാൻ ട്രൈ ചെയ്തപ്പോൾ കിട്ടാത്തതുകൊണ്ട് രോഹിത്ത് ദേഷ്യത്തിൽ ആ ഫോൺ അവൻ്റെ അങ്ങ് താഴെയിട്ട് തല്ലി പൊട്ടിക്കുവാണ്. പോട്ടെ, എല്ലാവരും പോട്ടെ, ഈ രോഹിത്ത് ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെ ഒരാളും എന്നെ തോൽപ്പിക്കാൻ നോക്കിയാൽ അങ്ങനെ തോക്കുന്നവനല്ല ഈ രോഹിത്ത്. അപ്പോഴങ്ങോട്ട് സുസ്മിതയുടെ കാറ് ചീറിപ്പാഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. സുസ്മിത അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നത്, എന്താ രോഹിത്തെ പ്രശ്നം? മൊബൈലൊക്കെ തല്ലിപ്പൊട്ടിച്ച ലക്ഷണമുണ്ടല്ലോ. ആരോടാ നിൻ്റെ ഈ ദേഷ്യം? അതെ, അവൾ കൊച്ചിനെയും കൊണ്ട് പോയെങ്കിലേ അത് നിൻ്റെ പിടിപ്പുകേട്. അവരെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോഴും പറയുന്നത്. അവരെ അമ്മയും മോളും ഇവിടെ വേണം. അവരെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ബിസിനസ്സൊക്കെ നടത്തുന്നത്. അതെ, എന്നെ വേണ്ടാന്നും പറഞ്ഞ് പോയവരെ ഒന്നും എനിക്കും ആവശ്യമില്ല. എടാ രോഹിത്തെ, ഇതാ ഞാൻ നിന്നോട് പറയുന്നത്, നിനക്ക് ജീവിക്കാൻ അറിയത്തില്ലെന്ന്. ജീവിതമെന്ന് പറയുന്നത് തന്നെ പകുതി നാടകമാണ്. ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന പകുതി ഭാര്യ ഭർത്താക്കന്മാരുവേ സമൂഹത്തിൽ കാണിക്കുന്ന വെറും നാടകമാണ്. നിനക്ക് ശ്യാമയും കൊച്ചിനെ ഇഷ്ടമല്ലെങ്കിലേ അത് നീ നിൻ്റെ മനസ്സിൽ വെച്ചാൽ പോരെ. എന്തിനാ നീ അതൊക്കെ പുറത്തെടുത്ത് പിന്നെ ഒന്നിനും കൊള്ളരുതാത്തവനായി മാറുന്നത്? സ്നേഹത്തോടെ ശ്യാമയോട് രണ്ട് പുന്നാര വാക്കുകളൊക്കെ പറഞ്ഞേ നീ കൂടെ നിർത്തണമായിരുന്നു. നിന്റെ കൊച്ചല്ലെങ്കിലും ഇത്രയും നാളും നീ നിന്റെ കൊച്ചായിട്ട് ലാളിച്ചും സ്നേഹിച്ചും കൊണ്ട് നടന്ന പപ്പിയെ ഒന്നുകൂടിയൊക്കെ സ്നേഹിക്കുന്നായിട്ടൊക്കെ ഒന്ന് നടിച്ചുകൂടെ നിനക്ക്? എന്നിട്ട് തള്ളയും കൊച്ചിനെ നീ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്ക്. ഇന്നലെ രാത്രിയിലേ ആ കൊച്ചിനെ കാണാതെ പോയെന്നോ ശ്യാമ അതിനെ തിരക്കിപ്പോയെന്നോ ഒക്കെ പറയുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് തന്നെയാടാ നിന്റെ കുഴപ്പവും. നീ ഇതൊന്നും അറിയത്തില്ല. നിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നീ മനസ്സിലാക്കുന്നില്ല രോഹിത്തെ. നീ നിന്നിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവുക. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരമേ നീ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നുകൊണ്ട് പോരാ, ചെയ്ത് കാണിക്കണം. അങ്ങനെ സുസ്മിത രോഹിത്തിൻ്റെ മനസ്സിൽ സത്യാമ്മയെ കൊല്ലാനുള്ള പക ഉണ്ടാക്കി കൊടുക്കുവാണ്. എടാ രോഹിത്തെ, ഒരു മകൻ്റെ കടമ എന്താ? അമ്മയെ കൊന്നവരോട് പ്രതികാരം വീട്ടണം. അത് വേണം രോഹിത്തെ. അല്ലെങ്കിലേ നിന്നെ പ്രസവിച്ച അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയും. നിശബ്ദമായി നിന്റെ മുന്നിൽ വന്ന് നിന്ന് തേങ്ങും രോഹിത്തെ. അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ എന്ന് വീട്ടുന്നുവോ അപ്പോൾ മാത്രമേ നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടത്തുള്ളൂ.
ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മരിച്ച് മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിന്റെ കടമ ചെയ് രോഹിത്തെ. ഞാൻ എന്ത് ചെയ്യണമെന്നാ സുസ്മിത പറയുന്നത്? എടാ, പ്രതികാരം. അമ്മയെ കൊന്നതിനുള്ള ഒരു മകൻ്റെ ശക്തമായ പകരം വീട്ടൽ. അതിന് ശ്യാമയും പപ്പിയും ഇവിടെ വേണം. ആ കൊച്ചുകൂടെ ഉണ്ടെങ്കിൽ ശാലിനിയും ഉറങ്ങില്ല, വിഷ്ണുവും ഉറങ്ങില്ല. ശ്യാമയെ പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലുകയോ തല്ലുകയോ, അങ്ങനെ എന്ത് വേണമെങ്കിലും. പക്ഷേ പപ്പി, അവളാണ് നമ്മുടെ താക്കോൽ. അവളെ വെച്ചായിരിക്കണം നമ്മുടെ ഇനിയുള്ള പ്രതികാരത്തിൻ്റെ തുടക്കം. അങ്ങനെ ആ വിഷജന്തു വന്ന് എത്രത്തോളം രോഗത്തിന് മനസ്സിൽ വിഷം നിറയ്ക്കാവോ അത്രത്തോളം അവൾ മനസ്സിൽ നിറച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ശാലിനിയും ശ്യാമയും പപ്പിമോളും കൂടെ ശാരദാമ്മയുടെ അടുത്ത് വന്നിരിക്കുവാണ്. ശാരദാമ്മ ചോദിക്കുന്നു, എന്ത് പണിയാ എൻ്റെ പപ്പിമോളെ നീ കാണിച്ചത്? ഇതിപ്പോൾ എത്രാമത്തെ തവണയാ? ഞങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചെന്ന് മോക്കറിയാവോ? അയ്യോ മോളെ, ഇവക്ക് നല്ല ചൂടുണ്ടല്ലോ. അത് അമ്മ ഇന്നലെ രാത്രി മുഴുക്കെ അലച്ചിലല്ലായിരുന്നോ? തൽക്കാലം നെറ്റിയിലൊരു തുണി നനച്ചിടാമേ. ചൂട് കൂടുവാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാം. പാവം, നല്ല ക്ഷീണമുണ്ട്. ശാലിനി പറയുക, എങ്ങനെ ക്ഷീണിക്കാതിരിക്കാനാ? ഓട്ടം കുറച്ച് ഓടിയതല്ലേ. അച്ഛൻ്റെ മുന്നിൽ പെട്ടതുകൊണ്ടാ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സത്യമോൾ ഓടി വന്ന് പപ്പിയെ കെട്ടിപ്പിടിക്കുന്നു. പപ്പി, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. അപ്പം ശാലിനി പറയാ, ആ നീ അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമോളെ, ഇങ്ങനെ നിന്നാൽ മതിയോ? സ്കൂളിൽ പോകണ്ടേ? ശാരദാമ്മേ, ഇന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്നതല്ലേ, അവൾക്കൊരു കൂട്ട് വേണ്ടേ? അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുക്കുക. അത് വേണോ സത്യമോളെ? വൈകിട്ട് വന്ന് കണ്ടിട്ട് രണ്ടുപേർക്കൂടെ സംസാരിച്ചാൽ പോരെ? ഈ ശാരദാമ്മയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വാ പപ്പി എന്നും പറഞ്ഞ് സത്യമോളും പപ്പിയും കൂടെ അകത്തോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സുസ്മിത വന്ന് രോഗത്തിന് നല്ല രീതിക്ക് വിഷം കുത്തി വെച്ചിട്ടുണ്ട്. അവൻ ഇനി പ്രതികാരദാഹിയായി പപ്പിമോളെ മുന്നിൽ നിർത്തി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.